ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ഏപ്രിൽ മാസ ഫലമാണ്. ഏപ്രിൽ മാസത്തിൽ വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ അഭിവൃദ്ധിയുടെ ഒരു മാസമാണ് ഈ വൃശ്ചികം രാശിക്കാർക്ക് ഏപ്രിൽ മാസം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. വൃശ്ചികം രാശിക്കാർക്ക് ഏപ്രിൽ മാസത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നിച്ചേരും. അതായത് കണ്ടകശനിയൊക്കെ മാറി ഭാഗ്യം തെളിഞ്ഞ് ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന ഉത്തമമായ സമയം. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അതൊക്കെ മാറും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ മാന അപമാനങ്ങളിലോ അവിഖ്യാതികളിലോ ഒക്കെ പെട്ട് പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റാത്ത, മാനസികമായിട്ട് ഒട്ടും ചേരാൻ പറ്റാത്ത, താല്പര്യമില്ലാത്ത ജോലികളൊക്കെ ചെയ്യേണ്ട ഒരു ദീർഘകാലം ആണ് കടന്നുപോയത്, 2.5 കൊല്ലം. അതിൽ നിന്ന് മോചനം വരികയാണ്. ഇനി മനസ്സിനിണങ്ങിയ രീതിയിൽ തൊഴിൽ മാറ്റം അല്ലെങ്കിൽ പ്രമോഷൻ ഒക്കെ വന്നു ചേരുക, താല്പര്യമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വന്നു ചേരുക, നല്ല സുഹൃത്തുക്കളെ കിട്ടുക, നല്ല മേലധികാരികളെ കിട്ടുക, ഉത്തമമായ രീതിയിലുള്ള നല്ല സുഹൃത്തുക്കളെ കിട്ടുകയും പടിപടിയായിട്ട് ഉയർച്ചകൾ വന്നു ചേരുന്നതിനും ഈ ഏപ്രിൽ മാസം ഒരു തുടക്കം കുറിക്കുകയാണ്. തൊഴിൽ പുരോഗതികൾ വന്നു ചേരും. തൊഴിൽ സ്ഥാനത്തേക്ക് ശനിക്കുണ്ടായിരുന്ന ആ ദൃഷ്ടി, ബന്ധം, അത് പൂർണ്ണമായും ഇല്ലാതാകുകയും തൊഴിൽ സ്ഥാനത്തിന്റെ അധിപൻ തന്റെ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്, ഏറ്റവും ബലവാനായിട്ട്. അങ്ങനെ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും. അത് ഏതെങ്കിലും ഒരു തൊഴിലിലോ 1-2 തൊഴിലോ അല്ല. നിരവധി അനവധിയായിരിക്കുന്ന ഈ വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഏത് ജോലികൾ ചെയ്തുകൊണ്ടിരുന്നവർക്കായാലും അതിൽ നിന്നെല്ലാം ഒരു മുക്തി വന്നു ചേരും. ഏത് ജോലികൾ ചെയ്തുകൊണ്ടിരുന്നവർക്കും അതിന്റെ കഷ്ടതകളിൽ നിന്ന് മുക്തി വരികയും തൊഴിൽ അഭിവൃദ്ധി വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവര്, ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നവര് ഒക്കെ വിജയിക്കും. പല പ്രാവശ്യം ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് തോറ്റുപോയവർ, ടെസ്റ്റുകൾ എഴുതി തോറ്റുപോയവര് വിജയിക്കും, അതിന് സംശയമില്ല. ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ നല്ലതാണ്. എന്നിരുന്നാലും സാഹസികമായ രീതിയിൽ വാഹനം കൈകാര്യം ചെയ്യുന്നതും പൊക്കത്തിലൊക്കെ കയറുന്നതും സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതും വാക്കേറ്റം ഉണ്ടാകാതെയൊക്കെ ശ്രദ്ധിക്കണം. ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ വളരെ അത്യാവശ്യമാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന സമയം. അതായത് 5-ാം ഭാവാധിപൻ സപ്തമ ഭാവത്തിൽ നിൽക്കുകയും തൊഴിൽ ഭാവാധിപൻ ഉച്ചനായിട്ട് നിൽക്കുകയും പ്രവർത്തികാരകനായ ചൊവ്വ തന്റെ ഇഷ്ടഭാവത്തിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ഒരു ഉയർച്ച ഏത് രീതിയിലായാലും ഈ വൃശ്ചികം രാശിക്കാർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അഭിവൃദ്ധി ഉള്ള കാലമാണ്. അത് കാർഷിക രംഗമായാലും അഭിവൃദ്ധികൾ വന്നു ചേരും. വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും പുരോഗതികൾ വന്നു ചേരും. അതുപോലെ തന്നെയാണ് മറ്റ് IT മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും അധ്യാപകർക്കായാലും മെഡിക്കൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരോ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്കും പുരോഗതികൾ വന്നു ചേരും. ഇന്റീരിയർ ഡിസൈനിങ് വർക്കുകളൊക്കെ ചെയ്യുന്നവർ, ഡിസൈൻ ചെയ്യുന്നവർ മാത്രമല്ല, ഡിസൈൻ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അതേ രീതിയിൽ വർക്ക് നല്ല കൈവർക്കത്തോടു കൂടി ചെയ്യുക എന്നാണ് പറയുന്നത്. കൈവർക്കത്തോടു കൂടി വർക്ക് ചെയ്ത് തീർക്കുവാൻ സാധിക്കും. കലയുടെ കാരകനായ ശുക്രൻ തന്റെ ഉച്ചരാശിയിലാണ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു മികവ് പ്രകടിപ്പിക്കുവാൻ, കലാ
പരമായിട്ടും തൊഴിൽ പരമായിട്ടും മറ്റ് സംഗീതമായാലും ചിത്രരചനയായാലും അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളായാലും അത് IT മേഖലകളിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നവർ ഒക്കെ അഭിവൃദ്ധികരമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യസമ്പൂർണമായ കാലം. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഒക്കെ നല്ല യോഗവും ഭാഗ്യവുമുള്ള അവസരം. മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ വാക്കുകൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക കൂടി ചെയ്താൽ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധികരമാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല ഗുരുക്കന്മാരെ കിട്ടുവാനും ഒക്കെ യോഗമുണ്ട്. പ്രധാനമായിട്ട് മുരുകന്റെ ക്ഷേത്രത്തിൽ യഥാശക്തി അനുസരിച്ച് ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശ്രേയസ്കരമാണ്. കൂടാതെ നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിഘടനവാദി ആയിരിക്കുന്ന ആൾക്കാർ നമ്മളുമായിട്ട് യാതൊരു തരത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കുവാൻ നാഗരാജാവിന്റെ അനുഗ്രഹവും പ്രീതിയും അത്യാവശ്യമാണ്. എല്ലാവർക്കും സന്തോഷവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധവുമായ വിഷു ആശംസകൾ.